അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. 53-ാമത്തെ ബാബ്. ഇന്നത്തെ ബാബുൽ ജംഇ ബൈനൽ ഖൗഫി വർ-റജാ. നങ്ങ ഖൗഫിനെ സംബന്ധിച്ച് ചൊന്ന 3 ബാബ് ഈ മുട്ടത്തിലായിട്ട് വിവരിച്ചത്. ഒന്നാമത്തേത് ഖൗഫ്, രണ്ടാമത്തേത് റജാ, മൂന്നാമത്തേത് ഫളുൽ റജാ. ഖൗഫ് അള്ളാഹുടെ ശിക്ഷയെ തൊട്ടുള്ള പേടി, റജാ അള്ളാഹുടെ റഹ്മത്തിൽ ആഗ്രഹിക്കൽ. ഇപ്പൊ ഇത് രണ്ടും ഒരേ ലെവലിൽ വേണം എന്നുള്ള, ഇത് രണ്ടും കൂടി ഒരു മനുഷ്യരുടെ ഹൃദയത്തിൽ വേണം. ഖൗഫും വേണം, റജാവും വേണം. അള്ളാഹുടെ ശിക്ഷയുടെ പേടിയും വേണം, അള്ളാഹ് രക്ഷപ്പെടുത്തുക എന്നുള്ള ആഗ്രഹവും വേണം. ഇത് രണ്ടും കൂടി ഒരു മനുഷ്യരുടെ ഹൃദയത്തിൽ വേണം. അതിനെ സംബന്ധിച്ച് വിവരിക്കടെ ബാബായിട്ട് ഇമാം നവവി റളിയല്ലാഹു അൻഹു തുടക്കത്തിൽ ചില അതിനെ സംബന്ധിച്ച് വിശേഷിച്ചാൽ ഏലാം അതാ നീ അറിയ അന്നൽ മുഖ്താർ ലിൽ അബ്ദി, ഒരടിമക്ക് അവനക്ക് ഏറ്റവും നല്ലത് ഫി ഹാലി സിഹത്തി, അവന്റെ ആരോഗ്യ സമയത്ത് അയ്യക്കൂന ഖായിഫ, അള്ളാഹുടെ അദാബിടെ കൂടുതൽ പേടിക്കലവനാവണം. റാജിയൻ, റഹ്മത്തിൽ ആഗ്രഹിക്കുന്നവനുമാവണം. വയക്കൂനു ഖൗഫുഹു വറജാഉ സവാൻ. അപ്പൊ ഖൗഫ് പേടി എത്ര വേണം, ആഗ്രഹം എത്ര വേണം, രണ്ടും ഒരേ ലെവൽ വേണം, ഒന്ന് സമമാണ്. വഫി ഹാലിൽ മറവി, രോഗത്തെ സമയത്ത്, ഇതിപ്പോ ആരോഗ്യത്തെ സമയത്തായിട്ട് രണ്ടും ഒരേ ലെവലിൽ വേണം. അതേ സമയത്ത് ഉഷാറില്ലാത്ത സമയത്തോ യുമഹദുർ റജാഉ, അവിടെ യുമഹദുർ റജാ ഇവിടെ അല്ല, അവിടെ റജായുടെ മാത്രമായിട്ട് ഇവിടെ ഒന്ന് കൊടുക്കട. അള്ളാഹുടെ റഹ്മത്തിൽ അവൻ്റെ ആഗ്രഹിപ്പിക്കടെ. അള്ളാഹു ശിക്ഷിക്കല, അള്ളാഹു സ്വർഗം തരും, അള്ളാഹു ദോഷങ്ങളെ പുറത്തു തണ്ടവൻ. ഇങ്ങനെ അള്ളാഹുടെ റഹ്മത്തിലുള്ള ആഗ്രഹത്തെ മാത്രമായിട്ട് അവിടെ അതിനെ മാത്രമാക്കടേ എന്നുള്ളത് ഈ മഹാദു. റജായിനെ പ്രേരിപ്പിക്കപ്പെടണം. റജ അള്ളാഹുടെ റഹ്മത്തിൽ ആഗ്രഹിക്കുക. അതെല്ലാം ഒരു മരിക്കോയി കിടന്ന മനുഷ്യരെ മുട്ട എന്തായിട്ട് അള്ളാഹു എത്ര ദോഷാക്കി പുറത്തു വെക്കണം, അവന്റെ റഹ്മത്ത് വിശാലമായത്. ഇത്തരം കാര്യങ്ങൾ പ്രേരിപ്പിക്കാൻ ചൊല്ലി. ഖവായിദു ശർഇ മിൻ നുസൂസിൽ കിതാബി വസ്സുന്നത്തി വഗൈറു ദാലിക മുതളാഹിറത്തുൻ അലാ ദാലിക. പിന്നെ പരിശുദ്ധ ഖുർആന്റെയും ഹദീസുകളിൽ നിന്നുള്ള നസ്സുകളിൽ നിന്നും അല്ലാത്തതിൽ നിന്നൊക്കെ വെളിവാവുന്നത് ഇത് തന്നെ. ഏത് ആരോഗ്യമുള്ള സമയത്ത് ഖൗഫും റജാവും ഒരേ ലെവലിൽ വേണം. മരിക്കുന്ന സമയത്ത്, മരണത്തെ ഉഷാറില്ലാണ്ടിക്കൽ ആ സമയത്ത് റജാവ് ജാസ്തിയും ഖൗഫിനായിട്ട് കൂടുതൽ റജാവ് വേണം എന്നുള്ള റഹ്മത്തിൽ ആഗ്രഹിക്കുക എന്നുള്ളതും വേണം. തുടക്കത്തിൽ ചില ആയത്തുകളെ കൊണ്ടുവേണ്ട നോക്കത്. ഖാലല്ലാഹു തആല ഫലാ യഅ്മനു മക്റല്ലാഹി ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ. അഅറാഫിലെ 91-ാമത്തെ ആയത്ത്. അള്ളാഹുടെ വഞ്ചനയിൽ നിന്ന് വിശ്വസ്തരാവുന്നത് ആരായിട്ടിക്കട്, പരാജിതന്മാർ മാത്രമായിട്ടിക്കട്. അപ്പൊ അള്ളാഹ് എന്താക്കല്ലേ, അള്ളാഹുടെ ശിക്ഷയിൽ നിന്ന് എന്താ വിശ്വസ്തരാവിടെ. എന്താക്കല്ലേ, ഞാൻ അങ്ങനെ എന്താവില്ല എന്നുള്ള ആ ഒരു ധൈര്യം ഉണ്ടല്ലേ, പേടിയില്ല, റഹ്മത്തിന് പേടിയില്ല, ശിക്ഷയുടെ പേടിയില്ല. ഇങ്ങനെ അത് പരാജയപ്പെട്ടങ്ങല്ലാണ്ടാവില്ല. അള്ളാഹുടെ റഹ്മത്തിൽ നിന്ന് ആശ മുരിടത് കാഫിരീങ്ങളല്ലാണ്ടല്ല. കാഫിരീങ്ങളായിട്ട് അള്ളാഹുടെ റഹ്മത്തിൽ തൊട്ട് ആശ മുരിടേ. ഇനി ഖിയാമത്തിനെ സംബന്ധിച്ചിട്ട് അന്റെ ചില മുഖങ്ങൾക്ക് നല്ല പ്രകാശിക്കട്, ചില മുഖങ്ങൾ കറുപ്പടിച്ചിട്ടിക്കട്. ആലോ ഇമ്രാൻ്റെ വക്കാലത്തല ഇന്ന റബ്ബക ലസരീഉൽ ഇഖാബ് വഇന്നഹു ലഗഫൂറുർ റഹീം. അല്ലാഹു ശിക്ഷ ഉലറിയവനും ദോഷങ്ങളെ പുറത്തു തണ്ടവനും റഹ്മത്ത് ചെയ്യണം. ഇപ്പൊ എന്തായിട്ട് ശിക്ഷിക്കടവനും ദോഷങ്ങളെ പുറത്തു തന്നെയാണ് റഹ്മത്ത് ചെയ്യണം. രണ്ടും വരെ ആയത്തിൽ ചെന്ന് വക്കാലത്തല ഇന്നൽ അബ്റാറ ലഫീ നഈം. അതാ സജ്ജനങ്ങൾ നല്ല നിഅമത്തിലായിട്ടിക്കട്. വഇന്നൽ ഫുജ്ജാറ ലഫീ ജഹീം. തമ്മാടികളോ അങ്ങനെ നരകത്തിലും കൂടിയേറ്റിക്കട്. അപ്പൊ മുട്ടത്തിൽ വെച്ചേനെ നല്ലങ്ങ അബ്റാറു ഫുജ്ജാർ. وقال تعالى فأما من ثقلت موازينه فهو في عيشة راضية وأما من خفت موازينه فأمه هاوية. ഒരുത്തടെ മീസാൻ ഗണം തൂങ്ങിയെങ്കിൽ, അവന്റെ നല്ലതും ബടക്കും തൂക്കുടെ തിറാസിൽ നല്ലത് ജാസ്തിയായിട്ട് കണ്ടെങ്കിൽ നല്ല സുഖജീവിതത്തിൽ അവൻ സ്വർഗത്തിലായിട്ട് ഈശത്തിൽ റാദിയ. അതേ സമയത്ത് ഒരുത്തരെ ബടക്ക് യാറായി പോയിട്ട് നല്ലത് കുറഞ്ഞെത്തിന് കണ്ടെങ്കിലോ
അവൻ നരകത്തിൽ ഹാവിയ. വൽ ആയാത്തു ഫി ഹാദൽ മാന കസീർ ദഫയജ്തമിഉൽ ഖൗഫ് വർ-റജാ. അള്ളാഹുടെ പേടിയും അള്ളാഹുടെ റഹ്മത്തിൽ ആഗ്രഹിക്കൽ, ഇത് രണ്ടും ഉണ്ട്. ഫി ആയത്തേന് രണ്ടായത്തിൽ വന്നത്, മുക്തരിനത്തേന് രണ്ടായത്തിൽ മുട്ടമുട്ടായിട്ടും വന്നത്, അവ ആയാത്തിന് അല്ലെ വേറെ വേറെ ആയത്തുകളിലായിട്ടും വന്നത്, അവ ആയത്തിന് അല്ലെങ്കിൽ ഒരായത്തിൽ രണ്ടും കൂടി വന്നത്. അപ്പൊ എന്തായിട്ട് ഇതിൽ നിന്ന് അള്ളാഹുടെ ശിക്ഷയെ സംബന്ധിച്ച് അള്ള ചൊന്നതും അള്ളാഹുടെ റഹ്മത്ത് രക്ഷപ്പെട്ടത് രണ്ടും മുട്ടട്ടു ചൊന്നതുണ്ട്, വേറെ വേറെ ആയത്തിലായിട്ട് ചൊന്നതുണ്ട്, രണ്ടായത്തിലായിട്ട് ചൊന്നതുണ്ട്, രണ്ട് പക്കത്തിലായിട്ട് ചൊന്നതുണ്ട്, പിന്നെ ഒരേ ആയത്തിൽ രണ്ടും ഉൾപ്പെടുത്തിയതുമുണ്ട്. അപ്പോൾ ഇത് റഹ്മത്തും അള്ളാഹുടെ റജാ, അള്ളാഹുടെ റഹ്മത്തിൽ ആഗ്രഹിക്കുന്നതും ശിക്ഷയിൽ നിന്നുള്ള പേടിയും ആരോഗ്യമുള്ള സമയത്ത് ഒരേ ലെവലിൽ വേണം. മരിക്കോ കിടക്കുന്ന സമയത്ത് അവനക്ക് കൂടുതൽ റജാ ജാസ്തിയും വേണം എന്നൊക്കെ ഇമാം നവവി റളിയല്ലാഹു അൻഹു വിശദീകരിച്ച് അതിനെ സംബന്ധിച്ച് വന്ന ആയത്തുകളായിട്ടാണ് വിശദീകരിച്ചത്. ഇൻഷാ അല്ലാഹ് ഇതിന് രണ്ട് ഹദീസ് അതിനെ സംബന്ധിച്ച് ചെന്നത് അടുത്ത ക്ലാസ്സിൽ കാതു കൊടുക്കാം. അള്ളാഹു സജ്ജനങ്ങളിൽ സ്വാലിഹ്യങ്ങളിൽ കൊടുക്കട്ടെ. കാതു കൊടുത്ത് എല്ലാവർക്കും അള്ളാഹു സന്തോഷം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.